കേരളത്തിൽ അതിശക്തമായ മഴ പെയ്യുന്നു പല ജില്ലകളിലും, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒക്കെ അതിശക്ത മഴയുണ്ടാകും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് 9 ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ മുതൽ വടക്കൻ കേരളത്തിൽ മഴ 19-ാം തീയതി വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്ട് പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിട്ടുണ്ട്. ഇപ്പോൾ മഴയുടെ കാര്യവും അവധിയുടെ കാര്യമൊക്കെ വിശദമായി പറയാൻ വേണ്ടി നമ്മുടെ 24-ൻ്റെ ആർമി പട്ടാളം റെഡിയായിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, കൊച്ചിയിൽ നിന്ന് സൂര്യശ്രീ, മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ എന്നിവർ നമുക്കൊപ്പം പ്രൈം ടൈമിൽ ചേരുകയാണ്. കോഴിക്കോട് മലയോര മേഖലയിൽ ഇപ്പോൾ അതിശക്തമായ മഴ പെയ്യുന്നു എന്നാണ് നമ്മുടെ ബ്യൂറോ അറിയിക്കുന്നത്. കുറ്റ്യാടി ചുരം മേഖലയിലും മഴ കാര്യമായിട്ട് പെയ്യുന്നുണ്ട്. കുറ്റ്യാടിയിൽ 13 കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. തൊട്ടിൽപ്പാലം പുഴയിലും കടത്തറ പുഴയിലും ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ട്. കുറ്റ്യാടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നുവെന്ന വിവരം, പശുക്കടവിൽ ഉരുൾപൊട്ടിയെന്ന സംശയം. നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ഒന്ന് കാണാം. എന്തായാലും വല്ലാത്ത സംശയമുണ്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേർന്നു. സമീർ, ഈ കോഴിക്കോട്ടെ പൊതുവെയുള്ള അവസ്ഥ എന്താണ് പറയുന്നത്? സൂചിപ്പിച്ചതുപോലെയാണ് അതിശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. പ്രധാനമായും മലയോര മേഖലയിലാണ് കനത്ത മഴ തുടരുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറ്റ്യാടി പുഴ കരകവിഞ്ഞു സന്ധിയും അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. 13 കുടുംബങ്ങളെയാണ് അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. തൊട്ടിൽപ്പാലം പുഴയും അതുപോലെ തന്നെ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇവിടെ നിന്നുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പശുക്കടവിൽ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള ഒരു സംശയം കലങ്ങിയ വെള്ളമാണ് ഈ പുഴയിലൂടെ വരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഒരു എന്നുള്ള ഒരു സംശയം ബലപ്പെടുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ആ മേഖലയിൽ നിന്ന് 9 കുടുംബങ്ങളെയാണ്. ഇതുകൂടാതെയാണ് തൊട്ടിൽപ്പാലത്ത് നിന്ന് 4 കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ 13 കുടുംബങ്ങളെ അവിടുന്ന് മാറ്റിപ്പാർപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത്, നാളെ